അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഭൗതികമായ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ലഭിക്കുന്നതിന് പല വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം തടസ്സമായി നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവയിലൊന്ന് കഴിഞ്ഞുപോയ പല വിഷയങ്ങളെക്കുറിച്ചും ആലോചിച്ചുകൊണ്ടുള്ള വ്യസനങ്ങളാണ്, ദുഃഖങ്ങളാണ്. എന്നാൽ ഇസ്ലാമികമായ ഒരു വീക്ഷണത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ കഴിഞ്ഞു പോയതെല്ലാം തന്നെ ഒരു വിശ്വാസിയുടെ നിലപാട് എന്ന് പറയുന്നത് സംഭവിക്കാനുള്ളതെല്ലാം, സംഭവിച്ചു കഴിഞ്ഞതെല്ലാം സംഭവിക്കാനുള്ളതായിരുന്നു എന്നതാണ്. എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടോ അതെല്ലാം യഥാർത്ഥത്തിൽ സംഭവിക്കാനുള്ളതായിരുന്നു എന്നതാണ് ഒരു വിശ്വാസിയുടെ നിലപാട്. ഇവിടെയാണ് ഇസ്ലാം കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു വിഷയം. ഏതെങ്കിലും രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മെ ബാധിച്ചാൽ ഫലാ തഖൂലു ലൗ അന്നി ഫഅൽതു കദാ ഫകാന വകദാ, ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നു എന്ന് ഒരു വിശ്വാസി പറയാൻ പാടില്ല. അയാൾ പറയേണ്ടത് അള്ളാഹു കണക്കാക്കിയത് എന്താണോ അത് സംഭവിച്ചു എന്നാണ്. മറിച്ച് ആദ്യം സൂചിപ്പിച്ച പ്രകാരമാണ് അയാൾ പറയുന്നതെങ്കിൽ അത് പിശാചിന് ഇടപെടാനുള്ള വാതിലുകൾ തുറക്കുമെന്നും പിശാചിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നും തന്നെ വിശ്വാസിക്ക് മനസ്സമാധാനം ഇല്ലാത്ത ഒരവസ്ഥ സംജാതമാക്കുകയാണ് എന്നുമൊക്കെ പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു വിഷയത്തെ ആ രൂപത്തിലാണ് നമ്മൾ നേരിടേണ്ടത് എന്നർത്ഥം. ഇനി നിലവിലുള്ള അവസ്ഥയിൽ മുന്നോട്ട് പോകുമ്പോൾ വർത്തമാന കാലത്ത് നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന വീഴ്ചകൾക്ക് നമുക്ക് തൗബയുണ്ട്, ഇസ്തിഗ്ഫാറുണ്ട്. ഒരു പെൻസിൽ കൊണ്ട് നമ്മൾ എഴുതുമ്പോൾ അബദ്ധങ്ങൾ വരുമ്പോൾ ആ പെൻസിലിൻ്റെ അറ്റത്തുള്ള റബ്ബർ കൊണ്ട് നമ്മൾ മായ്ക്കുന്നത് പോലെ തൗബ കൊണ്ട്, ഇസ്തിഗ്ഫാർ കൊണ്ട് നമുക്ക് നമ്മുടെ പാപങ്ങളെ മായ്ക്കാൻ സാധിക്കും. അത്താഇബു മിന ദംബി കമൻ ലാ ദംബ ലഹു, പാപത്തിൽ നിന്നും തൗബ ചെയ്യുന്നവൻ പാപം ചെയ്യാത്തവനെ പോലെയാണ് എന്നതാണ്. മറ്റൊന്ന്, ഭൗതികമായ ജീവിതത്തിൽ നമ്മുടെ നിലവിലുള്ള അവസ്ഥയിൽ സംതൃപ്തി കൈവരിക്കാനുള്ള പരിശീലനം കൂടി നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. ഖദ് അഫ്ലഹ മൻ അസ്ലമ വറുസിഖ ഖഫാഫൻ വഖന്നഅഹു അല്ലാഹു ബിമാ അതാ. അതായത് അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെടാൻ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ അള്ളാഹുവിന് കീഴ്പ്പെട്ടു, അയാൾ മുസ്ലിമായി, അതോടൊപ്പം അയാൾക്ക് അന്നേക്ക് വേണ്ട വിഭവങ്ങൾ നൽകപ്പെട്ടു, അതിൽ സംതൃപ്തി നേടാനുള്ള ഒരു മനസ്സും അയാൾക്ക് ലഭ്യമായി എങ്കിൽ ഖദ് അഫ്ലഹ, അവൻ വിജയിച്ചു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു പരിശീലനം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ജീവിതത്തിലെ ശാന്തിയും സമാധാനവും തീർച്ചയായും നമുക്ക് ലഭ്യമാകും. അത് അന്വേഷിച്ചുകൊണ്ട് മറ്റെവിടെയെങ്കിലും പോവേണ്ട ഒരവസ്ഥ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലുള്ള വ്യായാമങ്ങളിലേക്ക്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലുള്ള ഉപജീവന കലകളിലേക്ക് എത്തിപ്പെടേണ്ട അവസ്ഥ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.